ആമേൻ. സന്തോഷത്തോടെ നമുക്ക് രമത്തിരുന്നാമേ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 81 സങ്കീർത്തനം പ്രതിവാക്യമായി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 81 81 സങ്കീർത്തനം. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ആസാഫിന്റെ ഒരു സങ്കീർത്തനം നമുക്ക് ചേർന്ന് പാടി നാഥനെ മഹത്വപ്പെടുത്താം. എല്ലാവരും എടുത്തോന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവീൻ. മിസ്രയീം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസേഫിനെ ഒരു സാക്ഷ്യമായി നിയമിച്ചു. അവിടെ ഞാൻ അറിയാത്തൊരു ഭാഷ കേട്ടു. കഷ്ടകാലത്ത് നീ വിളിച്ചു, ഞാൻ നിന്നെ വിടുവിച്ചു. ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്തരം അരുളി. മെരീബാ വെള്ളത്തിങ്കൽ ഞാൻ നിന്നെ പരീക്ഷിച്ചു. അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടിയാക്കിയതുമില്ല. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. അടുത്ത 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ കോപം കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയുന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളിൽ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദിവസത്തിൽ ഇരിക്കാം. ക്രിസ്ത്യൻ ബോട്ട് കടന്നു വന്ന് ഈ വചനഭാഗത്ത് നമ്മോട് പ്രബോധനമായി ഓർപ്പിക്കുന്നതാണ്. നമുക്ക് ചേർന്ന് ദിവസത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായ കർത്താവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. I praise and thank God for the opportunity to stand in His presence and share from the Word. It's not a fully polished or anything thought. It's just some thoughts that the Holy Spirit gave to me with only a couple of the verses from this chapter in accordance with the message that He gave this month as this month is coming to a close. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു മെസ്സേജ് ആയിട്ട് അത് പോളിഷ് ചെയ്ത് അവൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ അതിനകത്ത് ചില വാക്യങ്ങള് അവൻ വായിച്ച് അതിൽ നിന്ന് ഈ മാസത്തെ ചിന്തയോടുള്ള ബന്ധത്തില് ചില അവൻ സ്വന്തം ആലോചനകൾ പറയുവാൻ കർത്താവ് ഞാൻ ചൊല്ലപ്പെടുകയാണ്. This month we received the word that in order to perfect holiness you must not only seek His face, not only discern His will, but you must, after discerning it, you must do what His will is. ഈ ഏപ്രിൽ മാസത്തിൽ കർത്താവ് പറഞ്ഞത് അവൻ സ്വന്തം വിശുദ്ധിയിൽ ജീവിപ്പാന് അവന്റെ മുഖം അന്വേഷിക്കുക മാത്രമല്ല, അവന്റെ ഇഷ്ടം തിരിച്ചറിയുക മാത്രമല്ല, അവന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് അത് ചെയ്യണമെന്നുള്ള ചിന്തയാണ് ഏപ്രിൽ മാസത്തിൽ പരിശുദ്ധാത്മാവ് സഭയായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. This past week the Holy Spirit spoke through Dad in the message that he spoke about Joseph, how the will of God, even though it's really easy to say we must all perfect holiness and do the will of God, and even though we read in Romans it describes the will of God being perfect and pleasing, but that doesn't always mean that it's easy and it's a bunch of hills. There can be valleys such as slavery in the case of Joseph. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രിയ പിതാവ് വചനത്തിൽ സംസാരിച്ചപ്പോൾ യോസേഫിനെ കുറിച്ച് പ്രസ്താവിപ്പാനിടയായി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണെന്ന് വിശ്വസിക്കുന്നു. അവൻ സ്വന്തം അവിടെ 95 സങ്കീർത്തനം ഒരു വാക്യം എടുത്തു. അവന്റെ വചനത്താൽ അരുളപ്പാടിൽ അവന് ശോധന ചെയ്യുകയും വരികയും ചെയ്യുമ്പോഴും അവന്റെ കാലുകളെ അവർ ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവന്റെ അരുളപ്പാടിനാൽ വചനത്താൽ അവനെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവനെ പരിശോധിച്ച് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുമ്പോഴും അവൻ തകർച്ചകളിൽ കൂടെ പോയി എന്ന് ഒരു ദൂത്. നോക്കൂ, യോസേഫിനെ ദൈവം തെരഞ്ഞെടുത്തു. അവന് വേണ്ടി ദൈവിക പദ്ധതികളെ ഒരുക്കിയെങ്കിലും അവൻ സുപ്രഭാതത്തിൽ അവൻ ആ പദ്ധതിയിലേക്ക് എത്തിയില്ല.
അവിടേക്ക് എത്താൻ ദൈവ ഇഷ്ടത്തിന്റെ വഴികളിൽ അവന് നടക്കേണ്ടി വന്ന ഇഷ്ടം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അടിമത്വമായിരിക്കാം, അടിമത്വം, തകർച്ചകളായിരിക്കാം. ഇന്ന് വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കർത്താവിന്റെ ആത്മാവിന് സംസാരിപ്പാനായിട്ടുണ്ട്. അവൻ അപ്പോൾ എളുപ്പമായിരിക്കില്ല ദൈവത്തിന്റെ ഇഷ്ടം. പക്ഷെ ഒരു കാര്യം, ആ ഇഷ്ടത്തിൽ നടക്കുമ്പോൾ തന്നെ വിശുദ്ധിയുടെ പരിപൂർത്തിയിലേക്ക് എത്തുവാനിടയായിത്തീരും. The Holy Spirit made me notice is that from verses 8 to 16, we've read this psalm many times before, but from 8 to 16 we know that it is God speaking to the people Israel and pleading with them and asking them why they won't listen to him. നോക്കൂ, 8 മുതൽ അവസാനത്തെ വാക്യം വരെ 16 വരെ ദൈവം ചങ്കുപൊട്ടി തന്റെ ജനത്തോട് പറയുന്ന വാക്കുകളാണ്. കാരണം തന്റെ ഇഷ്ടത്തിൽ നടക്കാത്ത ജനത്തെ നോക്കി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്ക് ശ്രദ്ധിക്കുക. കാരണം ദൈവത്തിന് ഇഷ്ടം ചിലപ്പോൾ നിന്നെ തകർച്ചയിൽ കൂടെ വിടുമ്പോൾ, വേദനയിൽ കൂടെ വരുമ്പോൾ, ദൈവ ഇഷ്ടത്തിൽ കൂടി വിടുമ്പോൾ നിന്നെ തകർക്കാനല്ല, നിന്നെ ഉടയ്ക്കാനല്ല. മറ്റുള്ള മനുഷ്യർ നീ ചെയ്യാത്ത തിന്മ, നീ ചെയ്യാത്ത തെറ്റുകൾ കളവായി പറഞ്ഞ് നിനക്കെതിരെ ദോഷം ചെയ്യുമ്പോൾ നീ ഉടഞ്ഞ് വാഗൊണ്ട് പ്രാഗി മനുഷ്യനെ ചീത്ത വിളിച്ച് ഉരുകി നശിക്കാനല്ല ദൈവം കഷ്ടം തരുന്നത്. ആ കഷ്ടങ്ങൾ കൂടെ പോയി പൊന്നുപോലെ പുറത്തു വന്ന് ദൈവത്തെ ആരാധിക്കുന്ന എത്രയോ വിശ്വാസികളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ അവൻ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം മനസ്സിന്റെ വികാരത്തിനും പകച്ചും പിണങ്ങിയും ചീത്ത വിളിച്ചും അടിയുണ്ടാക്കിയും ദൈവ പദ്ധതികളെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുക, ദൈവം അയ്യോ എന്റെ ജനം ഒന്ന് കേട്ടിരുന്നേ, അയ്യോ എന്റെ ജനം ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, ദൈവ ജനമെന്നും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതെന്നും പറയുന്നെങ്കിലും ബോധമില്ലാതെ ജീവിക്കുന്ന ഒരു ജാതി ഉടമനക സ്വന്തരാധിക അവൻ വെറുതെ വാഗുകൊണ്ട് മാത്രം ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം തന്റെ ജനത്തെ നോക്കി ദൈവം വേദനയോട് പറയും. ഇത് അങ്ങനെ കുറിച്ച് പറയുന്നതല്ല കേട്ടോ, സ്വന്തം ജനത്തെ കുറിച്ച് പറയുക. 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. Whenever a rule or a statute, you're trying to enforce a rule or a statute to a greater group of people, you will often point at an example of a person who followed through with that rule and statute and got the according reward. ആമേൻ, സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം ഒരു നിയമത്തെ സ്ഥാപിക്കുമ്പോൾ, ഒരു കാര്യങ്ങളെ ദൈവം വെക്കുമ്പോൾ അതിന് ഉത്തമ ഉദാഹരണമായ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കും. അതിനോടുള്ള ബന്ധത്തില് അങ്ങനെ നടക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ കുറിച്ചും ദൈവം ഇടപെടുവാനിടയായിത്തീരും. And that is what God is doing here when the psalmist says in verse 4, for it is a statute for Israel, a rule for the God, a rule of the God of Jacob. What is the rule? What is the statute that God is giving his people of Israel? And who is the prime example that God is choosing? He's saying in verse 5, he made it a decree in Joseph. Joseph was the example that followed through all the complaints that God has against his people in verses 8 to 16. Joseph did not follow through with those complaints. In fact, he was the opposite. He was the example of the decree that God wanted his people to follow. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം ഒരു നിയമം, ദൈവത്തിന്റെ ആഗ്രഹം, ദൈവം തന്റെ ജനത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ഒരു നിയമം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ദൈവം പറഞ്ഞിട്ട് അതിന് ഉത്തമ ഉദാഹരണമായി നടന്ന ഒരാളെ ചൂണ്ടിക്കാണിക്കും. അവിടെ ആദ്യം പറഞ്ഞു, നിങ്ങള് വീണയെടുത്ത് സംഗീതം തുടങ്ങണം, തപ്പെടുത്തും കിന്നരമെടുത്ത് സംഗീതം തുടങ്ങണം, ഉത്സവദസ്വലം അമാസിലും പർവ്വതത്തിലും കാഹളം ഊതണം. ഇത് ഇസ്രായേലിന്റെ റൂളാണ്. ഏത് പ്രശ്നം വന്നാലും, ഏത് കഷ്ടം വന്നാലും, വീട്ടിൽ അടിയാണേലും, മനുഷ്യൻ ചവിട്ടി തേക്കുകയാണേലും, പിള്ളേർ അനുസരണം കെട്ട് തോന്നിവാസം പോകുവാണേലും, സഹോദര സഹോദരി കുഞ്ഞെ, നിന്നെ സംബന്ധിച്ച് ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാ. ഈ ലോകമെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഭർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞാലും, ഭാര്യ നിന്നെ തള്ളിക്കളഞ്ഞാലും, നീ കാഹളം ഊതേണ്ടവനാ, നീ ആരാധിക്കേണ്ടവനാ. ആരാധനയ്ക്ക് വരുമ്പോൾ രാജാതി രാജാവ് നിന്റെ മധ്യത്തിലുണ്ട്. അവന്റെ മുമ്പിൽ നൃത്തം ചെയ്യേണ്ടവനാ. നിന്റെ ഭാരമോ നിന്റെ സർക്കംസ്റ്റൻസസോ ആസ്പദമാക്കി ആകരുത് നിന്റെ ആരാധന. യോസേഫിനെ ചൂണ്ടിക്കാണിക്കുക. നോക്ക്, യോസേഫിന്റെ സാക്ഷ്യം ഇത് യോസേഫിനൊരു സാക്ഷ്യമാക്കി അവനെ വിളിച്ചു ചോദിച്ചാൽ പറയും, ശരിയാ, ജീവിതമേ തകർന്നു, സ്വപ്നങ്ങൾ പോലെ കാര്യങ്ങൾ പോയില്ല. അവൻ പല അനുഗ്രഹിക്കപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടു, ചേട്ടന്മാരോട് പറഞ്ഞു, അപ്പനോടൊക്കെ പറഞ്ഞു, പക്ഷേ അതുപോലെ സംഭവിച്ചില്ല. ജീവിതത്തിലെല്ലാം തിക്താനുഭവങ്ങൾ. സ്നേഹിച്ച ചേട്ടന്മാര് അവർ ഉപദ്രവിച്ചു, അവന്റെ വസ്ത്രം വലിച്ചു കീറി, അവൻ സ്വന്തം ചെയ്യുന്നു, അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു, അവിടെ നിന്ന് അവനെ വിറ്റു. ഇതുവരെ അപ്പന്റെ കോസിയായിട്ടുള്ള ഡ്രസ് ഇട്ട് അപ്പന്റെ വീട്ടിലെ നല്ല
നല്ല മെത്തയിൽ കിടന്നുറങ്ങിയ അവൻ നല്ല ചെരുപ്പിട്ടോട് നടന്നവനെ വലിച്ചിഴച്ചുകൊണ്ട് അവൻ ഇസ്മേലിയ കച്ചവടക്കാർ ചുട്ടുപഴുത്ത മണലാരത്തിൽ കൂടെ പോകുമ്പോൾ കാല് ചുട്ടുപൊള്ളുമ്പോഴും അവന്റെ സാക്ഷ്യം, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അവൻ ദൈവത്തെ വിട്ടുമാറിയില്ല. ഇന്ന് പകൽ ചെറിയൊരു വിഷയം വരുമ്പോൾ കൈച്ചിട്ട് സ്തോത്രം ചെയ്യാൻ കഴിയാതെ, സ്തുതിക്കാൻ കഴിയാതെ കുഞ്ഞിരിക്കുന്ന വ്യക്തിയെ പരിശുദ്ധമായ യോസഫിനെ നോക്ക്. അവൻ ഫെയിലിയർ ആയില്ല, അവൻ താഴേക്ക് പോയില്ല. നെഗറ്റിവിറ്റി ജീവിതത്തിൽ വന്നപ്പോഴും അവൻ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട്, ദൈവത്തിന് കാഹളം ഊതിയതുകൊണ്ട്, ദൈവത്തെ ഉള്ളത്തിൽ സ്തുതിച്ചുകൊണ്ട് അവൻ ഏത് നിരാശകളിലും ചവിട്ടുപടി, സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ഓഫ് സക്സസ് ആയിട്ട്, അവന്റെ ഫെയിലിയേഴ്സ് അല്ല, ഓരോ പടി ചവിട്ടി കയറാനേ അവൻ ഇടയായുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം നീ ആരാധിക്കാൻ വരുമ്പോൾ വേദനകളുടെ മധ്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനാകെ നിന്റെ ആത്മിക ജീവിതം മാറും. നീ വളരും. ഏത് തകർച്ചയിലും നീ വളരും. പൊത്തിഫറിന്റെ വീട്ടിലാണെങ്കിലും വളരും, കാരാഗ്രഹത്തിലാണെങ്കിലും വളരും, ഏത് നാണം കെട്ട അവസ്ഥയിലാണെങ്കിലും വളരും. നീ കുറഞ്ഞതാണ് പോകാൻ. അനേകർ ആത്മഹത്യകളിലേക്ക് പോകുമ്പോൾ നീ ആത്മഹത്യ ചെയ്യാൻ, നീ പാപത്തിലേക്ക് വിടാൻ എന്റെ ദൈവം ഇടയാക്കത്തില്ല. കാരണം എന്താ? ദൈവത്തെ സ്തുതിക്കണം. എല്ലാറ്റിലും അവന് സ്തോത്രം ചെയ്യാൻ വചനം പറയുന്നു. If verses 8 to 16 are what the opposite of a person who walks in God's will is, then it's safe to say, because Joseph has been cited by God, it's safe to say that in verses 8 to 16 Joseph did what the opposite of all those things was in the time he was in Egypt. പ്രിയമുള്ളവരെ, 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ ജനത്തെക്കുറിച്ച് ദുഃഖിച്ചു പറയുന്ന ദൈവത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ തന്റെ ജനം ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള പറയുമ്പോൾ യോസഫ് അങ്ങനെയല്ല, അതിന് വിരുദ്ധമായിട്ട് അവൻ പ്രവർത്തിച്ചു. In verse 8 he says, God is saying, "Hear, O my people, while I admonish you, O Israel, if you would but listen to me." So from this we can take that Joseph took admonition. He took any kind of thing that was meant to humble him and bring him low and lowly. He took that instead of rebelling, and he listened. God is saying, if you would just listen to me, instead of following his own devices when his dreams seemed to be shattered, Joseph listened to God. എന്റെ ജനമേ, ഇവിടെ പറയുക 8ാമത്തെ വാക്യത്തിൽ, എന്റെ ജനമേ കേൾക്ക. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് ദൈവത്തിന്റെ ആത്മ പറയുക, ദൈവം പറയുക, എന്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. നോക്കൂ, ഇസ്രായേൽ വാക്ക് കേട്ടില്ല. ഇസ്രായേൽ ദൈവത്തിന്റെ വാക്കും ചട്ടങ്ങളും വിട്ട് മാറി മാറി നടക്കുമ്പോൾ യോസഫ് അങ്ങനെ ആയിരുന്നില്ല. ജീവിതത്തെ സ്വപ്നങ്ങൾ തകർന്ന് പൊലിഞ്ഞടിയുമ്പോഴും അതിന് വിരുദ്ധമായി വലിച്ചഴച്ചുകൊണ്ട് ചുട്ടുപഴുത്ത മണലാഴത്തിൽ കൂടെ പോകുമ്പോഴും പകച്ച് ജ്യേഷ്ഠന്മാരെ പകച്ച് തള്ളി പറഞ്ഞ് ദൈവം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളി പറയാതെ അതിന്റെ മധ്യത്തിലും അവൻ ആരാധനയ്ക്കായി സമയം കണ്ടെത്തിയെന്ന് പരിശുദ്ധാത്മാവ് പറയുക. അത് യോസഫിന്റെ സാക്ഷ്യമാണെന്ന് പറയുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നോക്കൂ, ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടു മാറുമ്പോൾ ഒരു യോസഫിനെ നോക്കാം. ജീവിതത്തിന്റെ തകർച്ചകൾ, സ്വപ്നങ്ങൾ പൊലിഞ്ഞടിയുമ്പോൾ, നിങ്ങൾ ദൈവത്തെ വിട്ടു മാറുമ്പോൾ, ദൈവമക്കളെ ഞാനും നിങ്ങളും ദൈവത്തെ വിട്ടു മാറുമ്പോൾ യോസഫ് ദൈവത്തോട് പറ്റി നിന്നു. ദൈവത്തെ അവൻ തള്ളി പറഞ്ഞില്ല, ദൈവത്തെ അവൻ ഉപേക്ഷിച്ചില്ല. Verse 9 it says, "There shall be no strange god among you. You shall not bow down to a foreign god." Not doing God's will. The reason why you can't do God's will is because there are foreign gods that you are bowing down to. Joseph was in the perfect environment to bow down to foreign gods because it seemed like his God forsook him. It seemed like his family members and the best life that he had, it was all gone. So, he could have given himself a license to say, now I'm going to follow my own will and my own counsel. I'm going to bow down to Potiphar's God so I can gain favor in Potiphar and grow on my own. But he did not bow down to any of those foreign gods. He did not give himself over to any of those strange gods because he chose to do God's will. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, അവിടുത്തെ 9ാമത്തെ വാക്യത്തിൽ ഞാൻ പറയുക, അന്യ ദൈവം നിനക്കുണ്ടാകരുത്. യാതൊരു അന്യ ദൈവത്തെ നീ എന്ത് ചെയ്യരുത്? നമസ്കരിക്കുന്നു. ഇസ്രായേല് അവർ അന്യ ദൈവങ്ങളുടെ പുറകെ ഓടി. എന്തിനാ? ഇസ്രായേലിനെ വെടിവെച്ച് ഇറക്കിക്കൊണ്ട് വന്ന ഉടനെ സിനായിലോട്ട് കയറി പോയിട്ട് ഇറങ്ങി വരുന്ന കാളക്കുട്ടിയെ ഉണ്ടാക്കി ഇസ്രായേലെ നിന്നെ വെടിവെച്ച്. What a parallel, because the Israelites were saved from slavery and then they start worshiping this foreign god. But Joseph went into slavery because it was God's will, but he did not follow those pagan gods. ശ്രദ്ധിക്കണമേ, ഇസ്രായേൽ മക്കൾ അടിമ
അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കൊണ്ടുവരികയാണ്. മിസ്രൈമിൽ കൂടി അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിട്ടും അവർ സത്യദൈവത്തെ വിട്ടിട്ട് അന്യദൈവത്തിന്റെ പുറകെ ഓടി. ഇവിടെ ഒരുത്തൻ അടിമത്തത്തിലേക്ക് പോകുക. പുത്തിഫറിന്റെ വീട്ടിലെത്തുമ്പോൾ പുത്തിഫറിന്റെ അനുഗ്രഹങ്ങളും അവന്റെ സമ്പത്തും കണ്ടിട്ട് ഈ ദൈവം എന്റെ സ്വപ്നങ്ങളെ പൊലിയിച്ച, എന്റെ സ്വപ്നങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ദൈവത്തെ വേണ്ട എന്ന് യോസഫ് പറഞ്ഞില്ല കേട്ടോ. അടക ജനക തലക അതിന്റെ മധ്യത്തിലും അവൻ ഒരു ദൈവ പൈതലായി തന്നെ ജീവിച്ചു. അവൻ സ്വന്തം അന്യ ദൈവങ്ങള് പുത്തിഫർ അവന്റെ യജമാനൻ പോയി നമസ്കരിക്കുമ്പോഴും വീട്ടില് ദൈവത്തെ അവൻ ആരാധിക്കുമ്പോൾ ഗ്രേസ് എന്ന് പറഞ്ഞ ദൈവം കൃപ കൊടുക്കും. അവിടെ വളരാൻ അവസരം. ഇന്ന് ജോലിയിലൊക്കെ നീ വളരാനുള്ള കാരണം എന്താണെന്നറിയാമോ? നീ ദൈവത്തെ ഉയർത്തുന്നത് കൊണ്ടാ. ദൈവത്തെ മറന്നാ കുഞ്ഞെ നിനക്കുള്ളതൊക്കെ ചീട്ടുകൊട്ടാരം പോലും ഇടിഞ്ഞു വീഴാൻ. ഇറ്റ് ഡസന്റ് ടേക്ക് മച്ച് ടൈം. നോക്കൂ, അവൻ ദൈവത്തെ ആരാധിച്ചത് കൊണ്ട്, കയ്പിനകത്ത് ബിറ്റർനെസ്സിനകത്ത് അവൻ ജീവിക്കാഞ്ഞത് കൊണ്ട്, ദൈവത്തിലേക്ക് മാത്രം അവൻ നോക്കിയത് കൊണ്ട്, ദൈവത്തിൽ കുറ്റം ആരോപിക്കാഞ്ഞത് കൊണ്ട്, ദൈവമേ നീ എനിക്ക് ദോഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല എന്ന് അവൻ വിശ്വസിച്ചത് കൊണ്ട്, ദൈവത്തിന്റെ പ്ലാനിന് അവനെ തന്നെ സറണ്ടർ ചെയ്തതുകൊണ്ട് ഉടമനക സത്തരാധിയ അവൻ ദൈവത്തെ ഉപേക്ഷിച്ചില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പ്രശ്നങ്ങൾ വരുമ്പോൾ നീ ദൈവത്തോട് കഴിച്ച് പ്രാർത്ഥനയ്ക്ക് പോകാതെ, പ്രാർത്ഥിക്കാതെ, അല്ലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യാതെ നീ മടുത്ത് മാറിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുക, യോസഫനെ നോക്ക് കുഞ്ഞെ, അവനെ ദൈവം ചെയ്തു എന്ന് പറയാൻ ഒന്നുമില്ല. സ്വപ്നങ്ങളെല്ലാം അവൻ സ്വപ്നം ചെയ്യുന്നു. പൊലിഞ്ഞുപോയി അവൻ സ്വന്തം പുത്തിഫറിന്റെ വീട്ടിലെത്തി. പുത്തിഫറിന്റെ അനുഗ്രഹം കണ്ടിട്ട് ഈ ദൈവത്തെ സേവിക്കാമെന്ന് ചിന്തിച്ചില്ല. അവൻ പറഞ്ഞ ആ ദൈവത്തെ ഞാൻ വിട്ടുമാറത്തില്ല. എനിക്ക് ദർശനം പോലും ഒന്നും നടക്കുന്നില്ലെങ്കിലും എന്റെ ദൈവം അവന്റെ ഇഷ്ടത്തിന് കർത്താവിൽ തന്നെ തകർത്താലും സാരമില്ല. അവന്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ ഇഷ്ടം ചെയ്യാൻ അവനെ തന്നെ സമർപ്പിച്ചു. ആ പൊത്തിഫറിന്റെ വീട്ടിൽ വന്നപ്പോഴും അവൻ ഡൗൺ ആയിട്ട് പോകുകയല്ല, അവൻ നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്താ പ്രത്യാശയില്ലെങ്കിൽ ആരെ കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളം ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം ചെയ്യത്തില്ല. എനിക്ക് നല്ലവണ്ണം അറിയാം അതിന്റെ അവസ്ഥ എന്താണെന്ന്. ഇന്ന് പകൽക്കാലം ഓർക്കണം, യോസഫ് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു. പൊത്തിഫർ അവനെ നോക്കി, പൊത്തിഫർ അവനെ ഇഷ്ടപ്പെട്ടു. അവനെ തന്റെ വീട്ടിന്റെ സകലത്തിനും എന്താക്കി? അധികാരിയാക്കി. നോക്കൂ, ദൈവത്തെ ആരാധിക്കുന്ന ഒരുത്തൻ, തകർച്ചകൾ വരുമ്പോഴും കഴിച്ചു ദൈവത്തെ വിട്ടു മാറാത്ത ഒരുത്തൻ, അവൻ ഇല്ലെങ്കിൽ ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് അതിനെ കമ്പയർ ചെയ്ത് ആ ദൈവങ്ങളുടെ പുറകെ എന്ന് സ്വയം ദൈവമാകാം. ഒരു കാര്യം ഓർത്തോണം, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കാതെ നിന്റെ ഡിസിഷനായിട്ട് പോകുമ്പോൾ ഓർത്തോണം നീ തന്നെ നിനക്ക് ദൈവമാകുക. ഉമ്മൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമേശ്വരം ബാങ്കിന്റെ അമേശ്വരം ചെയ്യുന്ന വ്യൂവിനോട് ബുദ്ധമതത്തിന്റെ ഒരു അമ്പലത്തിൽ പോകാൻ ഇടയായി. അവിടെ പഠിപ്പിക്കുന്ന നീ തന്നെ ദൈവം, അഹം ബ്രഹ്മി, അമിത്സോദം നീ തന്നെയാണ് ദൈവം, നിനക്ക് തന്നെ നിന്നെ കൺട്രോൾ ചെയ്യാവുന്ന. അവിടെ ബുദ്ധമതം പഠിപ്പിക്കുമ്പോൾ ഉടമനകസിയ അവൻ ഇവിടെ അവൻ ക്രിസ്തു പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. അവനാണ് എന്റെ ഉടയവൻ. അവൻ ദൈവവും നമ്മൾ അടിമയല്ല. അവൻ നമ്മുടെ അപ്പനാ, അവൻ നമ്മെ ഉണ്ടാക്കിയവനാ. അപ്പൊ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. യോസഫ് ദൈവത്തിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. തന്നിമിത്തം അവന്റെ തകർച്ചകളിലും അവന്റെ അടിമത്വത്തിലും അവൻ കുറഞ്ഞതാണ് പോയില്ല. ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന വേദനകളില്, നീ കടന്നു പോകുന്ന ആ ഞെരുക്കത്തില്, അവൻ കഷ്ടത്തിന്റെ കോട്ടയിൽ നീ അകപ്പെട്ട് ഞെരുങ്ങുന്ന വേളയില് നീ തളർന്നു പോകാൻ സമ്മതിക്കത്തില്ല കേട്ടോ. നീ ദൈവത്തെ അന്വേഷിച്ചാൽ മതി. ദൈവത്തിന് ഇഷ്ടം നീ ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ നിന്നെ ദൈവം അങ്ങനെ ആ കഷ്ടത്തിലാക്കി വെച്ചിരിക്കുക. കർത്താവേ അതിനായി സ്തോത്രം എന്ന് പറ. ദൈവത്തിന് ആരാധിക്ക്. അവൻ കാഹളമൂത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ അന്നേരം നിന്റെ അവസ്ഥകൾക്ക് ഭേദം വരും. നീ വളരും, കുറയത്തില്ല. ദൈവം നിന്നെ വളർത്തും. In verse 10 it says, I am the Lord your God who brought you up out of the land of Egypt. In Joseph's case, he was the God who allowed Joseph to walk through the land of Egypt. He was still in control. He says, open your mouth wide and I will fill it. Even in both situations, he allows you to walk through the land of Egypt. He still says, if you perfect holiness by walking in my will, then if you open your mouth, I will fill it with the good things that you need. In Genesis chapter 39 verse 3, I'm not going to harp on it because Dad already mentioned it. 39 verse 3, his master saw that the Lord was with him. His master, the guy who worships idols, sees that there's something else with Joseph, that God was with him and that the Lord caused all that he did to succeed in his hands. God doesn't just make people's work succeed for no reason, just because he feels bad that he was put into slavery. God did that for Joseph because he walked in God's will. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, വാക്യം നിങ്ങളൊന്ന് വായിക്കണം, നോക്കണമേ. ആമേൻ സ്തോത്രം. ഇവിടെ ഞാൻ വായിക്കുന്നു, എന്റെ ജനമേ, ആമേൻ സ്തോത്രം. ഇവിടെ 9-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യം. ആമേൻ, മിസ്രയീം ദേശത്ത് നിന്നെ കൊണ്ടുവന്ന ഞാൻ യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. അടുത്ത പറയാ, നിന്റെ വായ വിസ്താരത്തോടെ
തുറക്കാം, ഞാൻ അതിനെ എന്ത് ചെയ്യാം, നിറയ്ക്കാം. നോക്കൂ, ഇവിടെ മിസ്രയീം ദേശത്തിൽ വിടുവിച്ചു കൊണ്ടുവന്ന ജനത്തോട് അവിടെ പറയുന്നു, വിടുവിച്ചു കൊണ്ടുവന്നിട്ടും അവർ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളുടെ പുറകെ ഓടി. എന്റെ അർത്ഥം, അവൻ സ്വന്തം ചെയ്യുന്നു. ഉയർച്ച കിട്ടിയാൽ നീ ദൈവത്തെ സേവിക്കണമെന്നൊന്നുമില്ല. വിടുതൽ കിട്ടിയത് കൊണ്ട് ദൈവത്തിന് പുറകെ നടക്കണമെന്നൊന്നുമില്ല. എത്രയോണം വിടുതൽ കിട്ടിയിട്ട് ദൈവത്തെ വിട്ട് മാറിപ്പോയിരിക്കുന്നു. അവര് അപ്പം തിന്നാനും സൗഖ്യം പ്രാപിക്കാനും വന്നിട്ട് ഇന്ന് പകൽക്കാലം നോക്കൂ, ഇന്ന് വിടുതൽ കിട്ടാത്ത ഒരുവനെ അവൻ സ്വന്തം ഇവിടെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ജനം അവൻ ദൈവത്തെ വിട്ടു മാറിയപ്പോൾ ഇവിടെ അടിമത്തത്തിലേക്ക് പോയ ഒരുത്തന് ദൈവത്തെ വിട്ടു മാറാതെ ദൈവത്തെ മുറുകെ പിടിച്ചു. ഉടവരകസ്യ അവൻ ദൈവത്തെ സേവിച്ചു. പാപം ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞ ദൈവം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ലോകമോഹത്തിനും ജനമോഹത്തിനും അവനെ വിട്ടുകൊടുത്തില്ല. അവന്റെ ദൈവത്തിന്റെ വിശ്വസ്തനായി അവനെ തന്നെ പാപം ചെയ്യാതെ സൂക്ഷിച്ചു. കാരണം അവന്റെ നയപ്രമാണം അവനെ വിട്ടുമാറിയില്ല. തകർച്ച വരുമ്പോൾ അവൻ ദൈവം തന്നെ വിട്ടുമാറുമ്പോൾ നീ അവനെ മറക്കല്ല. ദൈവത്തിലെ നീ കൂടുതലായി ദൈവത്തോട് അടുക്കണം. നോക്കൂ, അടിമത്തത്തിന്റെ കീഴിൽ വന്നിട്ടും അവൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നോ ദൈവത്തിന്റെ വഴികൾ നടക്കുന്നോ മാറിയില്ല. അവിടെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവന്റെ യജമാനനായ പുത്തിഫർ നോക്കിയപ്പോൾ അവൻ കണ്ടൊരു കാര്യം, അവന്റെ ദൈവം അവനോട് കൂടെ ഉണ്ട്. അപ്പം അവന്റെ ദൈവത്തെ കുറിച്ച് അവൻ സാക്ഷ്യം പറയുന്നുണ്ട് അല്ലേ. അവൻ പുത്തിഫറിനോട് പറയുന്നുണ്ട് അവന്റെ ദൈവത്തെ കുറിച്ച്. ഉടമനല്ല അല്ലെങ്കിൽ അവൻ അറിയുന്നത്, അവൻ ഇല്ലെങ്കിൽ മിസ്രയീമിലെ ദൈവത്തെ അവന്റെ ദൈവത്തെ ആരാധിക്കാൻ പറയേണ്ടവനല്ലയോ. പക്ഷെ ഇവൻ അറിയാം അവന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന്. അവൻ പുത്തിഫർ കാണണമെങ്കിൽ അവൻ സാക്ഷ്യം പറയുന്നവനായിരുന്നു, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. അടിക്കട ഉയർച്ചയും. പിന്നെ അടുത്ത പറയാ, നിന്റെ വായ വിസ്താരത്തിൽ അനേകം ഉപയോഗിക്കും. എവിടാ വായ വിസ്താരത്തിൽ തുറക്കേണ്ടത്? സൗഖ്യം കിട്ടിയിട്ടല്ല. ഇന്ന് അനേകം സൗഖ്യം കിട്ടി സാക്ഷ്യം. അതാ വ്യത്യസ്തം. ഞാൻ പഠിപ്പിക്കുന്നു, വചനം എന്നെ പഠിച്ചുള്ളവരും സൗഖ്യം കിട്ടിയിട്ട് സാക്ഷ്യം പറയുന്നതിന് വിടുതൽ കിട്ടിയത് കൊണ്ടാ. അതില്ലാത്തപ്പോ പറയാൻ പറ്റുമോ? അതാണ് റിയൽ. ബാക്കിയെല്ലാം അപ്പം നിന്നത് കൊണ്ട് സന്തോഷം. ഹല്ലേലൂയ. കീജൈ വിളിക്കുന്ന പരിപാടി. അവൻ പൈസ കിട്ടുമ്പോൾ നാട്ടില് അവൻ ശിങ്കിടികളായി പുറകെ നടക്കുന്ന അവൻ സ്വന്തം അവൻ നേതാക്കന്മാരുടെ പുറകെ നടക്കുന്നവര് പൈസ കിട്ടുമ്പോൾ ശിങ്കിടിക്ക് കീജൈ വിളിക്കുന്ന പോലെ ഉള്ളൂ നിന്റെ സ്തുതിയും നിന്റെ സാക്ഷ്യവും. എന്റെ ദൈവത്തിന് വേണ്ട സാക്ഷി എന്താണെന്നറിയാമോ? നീ ഉടഞ്ഞ് തകരുമ്പോൾ, നിന്റെ സ്വപ്നങ്ങൾ പൊളിയുമ്പോൾ, നിന്നെ മനുഷ്യൻ ചവിട്ടുമ്പോൾ, നീ നാണം കെട്ട് തല കുനിഞ്ഞിരിക്കുമ്പോൾ, നിന്റെ അവൻ നിനക്ക് അർഹതപ്പെട്ടതെല്ലാം നിന്റെ സ്വന്തക്കാർ പിടിച്ചു മറിക്കുമ്പോൾ നിന്റെ ആരാധന എന്ന് പറഞ്ഞ നിന്റെ വായ നീ അടച്ചു വെച്ചിരിക്കുന്നെങ്കിൽ ഉടമനക സ്വപ്ന പിശാച് ബന്ധിച്ചേക്കാം. ബൈബിൾ പറയാ, വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ തുറക്കാം. എപ്പോഴാ? നിന്റെ തകർച്ചയിൽ നീ തുറക്ക, പറയാൻ നിറയ്ക്കും. ഇല്ല, നീ വായ അടച്ചിരുന്നാൽ ബൈബിൾ പറയുന്നു, മരിച്ചവരും മൗനയിൽ ആരും എന്ത് ചെയ്യത്തില്ല. ഇന്ന് പകൽക്കാലം നിന്നെ മരണത്തിന് കൊണ്ടൊന്നല്ല, ആരാധനയ്ക്കായി. എവിടെ ഇന്ന് ഒരുപക്ഷെ നിനക്ക് വിടുതൽ കിട്ടി കാണത്തില്ല, നീ ഏറ്റവും ഡിപ്രസ്, നിന്റെ വായ. അതാ ബൈബിൾ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ബാക്കി എപ്പോഴും കോട്ട് ചെയ്യുമ്പോൾ എന്താ എന്റെ സർക്കംസ്റ്റൻസ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആ വായ വിസ്താരത്തിൽ തുറക്കാൻ നിറയ്ക്കാൻ. ചുമ്മാ തുറക്കും. നിന്റെ തകർച്ചയിൽ നീ തുറക്കണം. ഉടമന നിന്റെ വേദനയിൽ നീ തുറക്കണം. നാണം കെട്ടിരിക്കുമ്പോൾ തുറക്കണം. അപ്പൊ വാതരും തുറക്കും, നിറയ്ക്കും. ഇല്ലായ്മയിൽ നീ തുറക്കുമ്പോൾ വായേ നിറയ്ക്കും. പറയാൻ തക്കവണ്ണം, ആരാധിക്കാൻ തക്കവണ്ണം അവൻ നിറയ്ക്കുന്ന ദൈവം. In verses 11 and 12, I'm hurrying up to close my words. But my people did not listen to my voice. Israel would not submit to me, showing that Joseph did listen to God's voice. He continually had his ears open to listen to God's voice. It says Israel would not submit to me, but Joseph would. Joseph would submit to me. We get tired of all the other people that we have to submit to in our lives. Joseph could be like, I'm too tired to submit to God because I'm already submitting under Potiphar and his wife and every other person in Egypt. So I'm not going to submit under God. But he submitted under the voice of God. He listened to the voice of God. So in verse 12, God says, when you do not listen to my voice, when you do not submit to me, I will give you over to your own stubborn hearts. It's not that God is waiting for you to mess up so you can get excited and now say, oh, I can punish you now. When you do not walk in his will, God has no other choice than to give you up to your stubborn heart, to follow your own counsel, your own will. But because Joseph would submit and listen to the voice of God, Joseph was not given over to a stubborn heart. And Joseph did not go after his own counsel. He remained in the will of God and perfected holiness. അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ നാം വായിക്കും, എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേലിനെ മൈൻഡ് പോലും ചെയ്തില്ല, കൂട്ടാക്കിയതില്ല. ദൈവം പറയാ, മോനെ, നിന്നെ തകർച്ചപ്പെട്ട് വരുമ്പോ നീ സ്തുതിക്കടാ,
വായ തുറക്കടാ, വേദന കൂടെ പോവോ, വായ തുറക്കടാ, അതെന്റെ പ്ലാനാടാ, നിന്നെ വിടുന്ന ഈ വഴി എന്റെ പ്ലാനാടാ. കാരണം നീ പ്രത്യാശിക്കുന്ന ആ നല്ല ഭാവി വരുത്തേണ്ടത് ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന നിരൂപണങ്ങൾ എന്നാന്ന് എനിക്കറിയാം. എന്റെ വഴികളല്ല നിന്റെ വഴികള്, എന്റെ വിചാരമല്ല നിന്റെ വിചാരം. ദൈവം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ ബൈബിള് വായിച്ച യഥാർത്ഥത്തിൽ യോസഫ് ശബ്ദമൊന്നും കേട്ടില്ല, പക്ഷെ അവൻ തിരിച്ചറിഞ്ഞു. കാരണം എന്താ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടു. ഇന്ന് പകൽക്കാലം മനസ്സിനൊരു അന്തരം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. അതാ മനസ്സന്തരം എന്ന് പറയുന്നത്. മനസ്സൊന്ന് അന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ വഴികളെ തിരിച്ചറിഞ്ഞിട്ട് ശബ്ദമൊന്നും കേട്ടില്ലേലും അവൻ ബൈബിൾ പറയും അവനോട് കൂടെ ദൈവം വെളിപ്പാടും ദർശനവും വചനവും ഒന്നും കൊടുത്തില്ല. വചനം കിട്ടാതിരിക്കുമ്പോഴും അവൻ ശബ്ദം കേൾക്കാതിരിക്കുമ്പോഴും ദൈവം കൂടെ ഇരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് സറണ്ടർ ചെയ്യും. എന്നാൽ ഇവിടെ പറയുക, എന്റെ ജനം ഇസ്രായേൽ എന്റെ വാക്ക് കൂട്ടാക്കിയില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ നാം വായിക്കുമ്പോൾ പൊത്തിഫറിന്റെ മുമ്പിൽ അവൻ സ്വന്തം ചെയ്യുന്നു. തന്റെ ഭാര്യയുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ തന്നെ കുഴിയുമ്പോഴും അവൻ വേദനിക്കുമ്പോഴും അവൻ ദൈവത്തിന്റെ ഇഷ്ടം പറഞ്ഞ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. അവന്റെ വായ അതിന്റെ മധ്യത്തിൽ വിസ്താരത്തിൽ തുറന്നു. ദൈവം അവന്റെ വായയെ നിറയ്ക്കാനിടയായി. ശരിയാ, മറ്റുള്ളവർ പറയും എന്തിനാണ് നിന്റെ സ്വത്രോ സ്തുതിയും, എന്തുകൊണ്ട് നിനക്ക് എല്ലാം തകർന്നില്ലേ, അവൻ നിന്റെ ജീവിതമേ കോഞ്ഞാട്ടെ അല്ലേ, എന്തിയെ നിന്റെ ദർശനം എന്ന് ചോദിച്ച് പിശാച് നാലുപാടിൽ നിന്ന് അവനെ തകർക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അതിന്റെ മധ്യത്തിലും അവൻ ദൈവത്തിന്റെ വാക്ക് അവൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ റൂള് അവൻ ഉത്സവ ദിവസമായ പൗർണമാസിയിലെ കാഹളമുതാൻ, അങ്ങനെ അവൻ കാഹളം പുതിയതുകൊണ്ടായിരിക്കാം പൊത്തിഫേർ അവന്റെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞത്. അവൻ അമാവാസിയിൽ അവൻ കാഹളം പുതിയതുകൊണ്ടായിരിക്കാം പൊത്തിഫേർ അവന്റെ ദൈവത്തെ കുറിച്ച് അറിഞ്ഞത്. അല്ലാതെ ഞാൻ ആ പൊത്തിഫേർ ഇവൻ ദൈവത്തെ കുറിച്ച് അറിവുള്ളത്. അവൻ എബ്രായരെ കുറിച്ച് ആദ്യമായിട്ട് അവൻ കാണുക, കേൾക്കുക. എബ്രായർ ഉരുത്തിരിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഉടമന കസിയ ആദ്യമായിട്ട് വന്ന് 70 പേരാ. പിൽക്കാലത്ത് 70 പേര് മിസ്രൈമിലോട്ട് വരുന്നത്. എബ്രായർ എന്നൊരു ഗ്രൂപ്പേ ഇല്ല. അന്നേരം ഇതാ യോസഫിൽ നിന്ന് ഒരു ദൈവത്തെ, പുതിയ ദൈവത്തെ പൊത്തിഫർ കാണുക. അടമന കസിയ അവന്റെ ദൈവം അവനോട് കൂടെ ഉണ്ടെന്ന് കാണത്തക്കോണം. കാരണം എന്താ? കഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അവൻ അതരങ്ങളെ തുറന്നു. അത് അവന്റെ സാക്ഷ്യമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ ബൈബിൾ പറയുന്നു ദൈവം അവനോട് കൂടെ ഇരുന്നു. കാരണം ദൈവത്തിനായി, ദൈവത്തിന്റെ ഇഷ്ടത്തിനായി, അവന്റെ ഇഷ്ടം ചെയ്യാനായി, അവന്റെ ഇഷ്ടത്തിനായി അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ ഇഷ്ടം വേണമെന്ന് പറഞ്ഞില്ല, എന്റെ ഇഷ്ടത്തിൽ നിന്ന് നടക്കുന്നു അവൻ പറഞ്ഞില്ല. I'm not going to talk more about 13 and 14, in which God is continuing to say to his people, why don't you listen to me? Why don't you walk in my ways? You may be aware of my ways, but you won't walk in them. Not only did Joseph know what God's ways were, but he walked in them. Verse 14, I would soon subdue their enemies and turn my hand against their foes. Israel was worrying about their enemies and foes, all because they were not walking in God's will, because God promised to handle all of that for them. Joseph did not have to worry about how he would climb the ladder and what recommendations he would get and how he would, climb and get people's favor and somehow, get out of this position of slavery. He simply yielded and submitted to God's will, and God made sure that his enemies were subdued, and God made sure that Joseph was honored above his enemies and people who looked down upon him. But very quickly, something that Dad mentioned, this was the first time that in Egypt they were getting a sense of who this God was. The last time a person who knew God went to Egypt was the patriarch himself, Abraham. But when Abraham went to Egypt, that was an example of not walking in God's will. And Abraham dealt with the Pharaoh as well. Now Abraham's great grandson is now he's gonna deal with the Pharaoh. But we see that when Abraham dealt with the higher ups in Egypt, the God that they got a sense of was not one that was honoring a person who was walking in his will. Abraham was not walking in God's will, but that was just God's mercy, because Abraham exhibited the faith to come out in the first place, and God could not just abandon him like that, even though Abraham was worthy of being abandoned. In this case, Joseph walked in God's will. That was why he was in Egypt, not of his own accord, but because he was walking in God's will. And the God that the Egyptians are seeing through Joseph is one who is still worthy of praise, even though you're walking through valleys. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അവൻ മുമ്പ് പറഞ്ഞ ഒരു ചിന്ത ഞാൻ പറയാൻ വിട്ടുപോയി. അവിടെ പറയുന്നു, അവൻ ജനം കേട്ടനുസരിക്കാതെ വന്നപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു. അതുകൊണ്ട് ഞാൻ അവരെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കേണ്ടതിന് ഹൃദയ കാഠിന്യത്തിന് ഏൽപ്പിച്ചു. എന്താണ് ഹൃദയ കാഠിന്യം? സ്വന്തം ഇഷ്ടത്തില് നടക്കുന്നത്.
കുടമനഗസ്യ ഇന്ന് പകൽക്കാലം ദൈവവചനം വരുമ്പോഴും yield ചെയ്യാതെ നീ സ്വന്തം ഇഷ്ടത്തിൽ ഇരിക്കുമ്പോൾ that is what stubbornness of heart is. ഇന്ന് പകൽക്കാലം നോക്കണേ, ആമേൻ സ്തോത്രം. ഇസ്രായേൽ മക്കള് ആമേൻ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ വിട്ട് മാറിയപ്പോൾ അവൻ തങ്ങളുടെ ഇഷ്ടത്തിൽ നടന്നപ്പോൾ കഠിന ഹൃദയമായി അത് മാറ്റപ്പെട്ടെങ്കിൽ ഇവിടെ നോക്കൂ, യോസഫ് വേദനകളുടെ മധ്യത്തില്, നാണക്കേടിന്റെ മധ്യത്തില് അവന്റെ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. എന്റെ ദൈവം അറിയാം, സ്വപ്നം തന്ന എന്റെ ദൈവം അറിയാതെ എനിക്കൊരു ദോഷം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അവൻ വരുത്തിയെങ്കിൽ അവന്റെ ഇഷ്ടം, അവൻ ആ ബലമുള്ള കൈക്കീഴ് താഴെ കൊടുത്തു. നാണക്കേട് വന്നപ്പോൾ അതിനെതിരെ മത്സരിക്കുകയോ വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും അടിയുണ്ടാക്കുകയോ ചെയ്തില്ല. അതുകൊണ്ട് അവന്റെ ജീവിതം പീസ്ഫുൾ ആയിരുന്നു. അവന്റെ ജീവിതം അവൻ കഷ്ടത നിറഞ്ഞതായിരുന്നില്ല. നമ്മൾ പലപ്പോഴും എപ്പോഴാണ് നമ്മുടെ ജീവിതം പിക്ചറാകുന്നത്, നാം ദൈവത്തിന് ഇഷ്ടത്തിന് yield ചെയ്യാതെ വരുമ്പോൾ, എന്റെ ഇഷ്ടം വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ, അന്നേരമാണ് നമ്മുടെ ജീവിതം കൈപ്പെട്ടതാകുന്നത്. നോക്കണം, മിസ്രൈം ദേശത്തേക്ക് യോസഫല്ല ആദ്യം ചെന്നത്. അവൻ പ്രിയമായി ഓർപ്പിച്ച നല്ല കാര്യമാണ്. എന്നാൽ അതിന് മുമ്പ് അവൻ സ്വന്തം ഗോത്രപിതാവായ അബ്രഹാം അവിടെ പോയി. അവിടെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, അത് ദൈവത്തിന്റെ ഇഷ്ടത്തിലായിരുന്നില്ല പോയത്. അവൻ അപ്പമെന്ന കോലിനെ വാഗ്ദത്ത നാട്ടിൽ ഒടിച്ചപ്പോൾ സഹോദരി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെന്ന് വെച്ചാൽ ജീവിതം പട്ടുമത്തെ എന്നല്ല അർത്ഥം. ദൈവം തന്നെ വിളിച്ചിരിക്കുക ഒരു മരുഭൂമി യാത്രയിലേക്ക്. അതിൽ കഷ്ടതയുണ്ട്. അപ്പമെന്ന കോലിനെ അവൻ ഒടിക്കും. കാരണം എന്താ? അവൻ അറിയേണ്ടത്, നീ കൃപയിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് ദൈവത്തിലാകുമ്പോഴും നിന്റെ ആശ്രയം നിന്റെ ഭക്തിയിലും നിന്റെ ആരാധനയിലും നിന്റെ ബുദ്ധിയിലും ഒന്നും ആകാതെ ദൈവം തന്നെ നിന്റെ ആശ്രയമായിരിക്കാൻ, അവൻ നിന്റെ എല്ലാ നടപ്പിലും അവന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ. അവൻ ക്ഷാമം വന്നപ്പോൾ അബ്രഹാം ബുദ്ധിയിൽ ഊന്നിയിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചോദിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ പോയി. കർത്താവിന് വലിയ വേദനയായിരുന്നു. സഹോദരി കുഞ്ഞെ, നീ ദൈവത്തിന്റെ ഇഷ്ടം വിട്ട് മാറുമ്പോൾ ഒന്നാമത് വരുന്നത് നിനക്ക് ഭയം, ഫിയർ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിട്ട് നീ കള്ളം പറയാൻ തുടങ്ങും. നീ പറയും, കൂടെയുള്ളവരെ കൊണ്ടും കള്ളം എന്ത് ചെയ്യും, പറയിക്കും. അങ്ങനെ കള്ളം പറഞ്ഞു പോയി മിസ്രൈമിൽ പോയി പാർത്തപ്പോൾ സംഭവിച്ചത് നിനക്കറിയാം. അവിടെ ദൈവം അറിയുമെന്ന് അവനെ വിടുവിച്ചപ്പം ഇതിനു മുമ്പ് കണ്ട ഗോത്രപിതാവായ അബ്രഹാമിനെ ഫറോ കണ്ടത് അവൻ സ്വന്തം കള്ളം പറയുന്ന ഒരുത്തനായിട്ട്. പക്ഷെ എന്നിട്ടും തള്ളിക്കളയാത്തൊരു ദൈവത്തെ കണ്ടു. പക്ഷെ അവനത് വിഷമവനും. എന്നിട്ട് ദൈവം പറയും, എന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്രഹാമിനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നോക്കൂ, ജീവിതമേ പൊലിഞ്ഞ് അവൻ വാഗ്ദത്തങ്ങളൊന്നും നടക്കാത്തവനായിട്ട് അവൻ പുത്തിഫറിന്റെ വീട്ടിൽ അടിമയായിട്ട് യോസഫ് എത്തുമ്പോൾ അവന്റെ ദൈവത്തെ വിറ്റു തിന്നാൻ അവനിടയായില്ല. കള്ളം പറഞ്ഞിട്ട് അവൻ സ്വന്തം അവന്റെ സ്വാതന്ത്ര്യം നോക്കണം. അവൻ എന്തോ ഓപ്പർച്യൂണിറ്റി അല്ലേ, അവൻ പുത്തിഫറിന്റെ ഭാര്യക്കൊന്ന് ഈട് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അവനെ രാജകുമാരനെ പോലെ അവൻ കൊണ്ടു നടക്കുമായിരുന്നു. എന്തെല്ലാം ഫേവേഴ്സ് കിട്ടുമായിരുന്നു. അവിടെ അറബക്ക അബ്രഹാമോ ഗോത്രപിതാവോ ഫേവർ കിട്ടാൻ വേണ്ടി ഭാര്യയാണെന്ന് പറയാതെ കള്ളം പറഞ്ഞു ജീവിച്ചു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വചനം എഴുതി വെച്ചിരിക്കുന്നു തിരിച്ചറിയാനാ ഉടമനഗസ്യ. അതുകൊണ്ട് യോസഫിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവൻ സ്വന്തം അത് ദൈവത്തിന്റെ സാക്ഷ്യമാണ്, അത് യോസഫിന്റെ സാക്ഷ്യമാണ്. കഷ്ടത വരുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ, അപ്പം ഒടിയുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ, അപ്പമില്ലാതെ വരുമ്പോൾ അപ്പമുള്ളിടത്തേക്ക് പോയിട്ട് അവൻ സ്വന്തം അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കാനല്ല ദൈവം തന്നെ വിളിച്ചേക്കുന്നത്. കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ തന്നെ നടക്കാൻ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുമ്പോൾ, ഗോത്രപിതാവ് വിശ്വാസികളുടെ പിതാവ് അബ്രഹാം പരാജയപ്പെട്ടെടുത്ത് നോക്ക്, അവൻ യോസഫിനെ ഒരു തെറ്റും ചെയ്യാത്തവന്, അവൻ സ്വന്തം രക്തബന്ധങ്ങൾ ഉപദ്രവിച്ചു. നമ്മളത് അവൻ ഒരു വിശ്വാസി ഒരു ദോഷം പറഞ്ഞതിന് വിശ്വാസത്തെ തള്ളിപ്പറയുന്നവരല്ലേ നമ്മള്. അവൻ വാവുണ്ട് എന്തൊക്കെയോ, ഒരു നാണവും അവൻ മാനവും ഇല്ലാതെ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. അവൻ ദൈവമക്കളെ കുറിച്ചൊക്കെ അവൻ സ്വന്തം. ഇവിടെ നോക്കി യോസഫ് അവന്റെ സഹോദരന്മാരെ നിന്ദിച്ചില്ല, അപ്പനെ നിന്ദിച്ചില്ല, അവൻ സാഹചര്യത്തെ പഴി പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല. അവൻ ആരാധിക്കാൻ വായെ തുറന്നു. അത് പുത്തിഫർ കണ്ടിട്ട് മനസ്സിലായി ഇവനോടുകൂടെ ദൈവമുണ്ട്. കാരണം അവൻ കൈ തൊടുന്നതൊക്കെയും അവന്റെ വീട്ടിൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. അവനെ എന്തൊരു കാര്യം ഏൽപ്പിച്ചാൽ അവിടെ ദൈവത്തിന്റെ ഫേവർ പുത്തിഫർ കാണുക. കുഞ്ഞെ, ദൈവവൈതലേ, ഇന്ന് പകൽ നിന്റെ ജോലിയിൽ എന്താ നിനക്ക് പ്രശ്നം അറിയാമോ? ദൈവ ഇഷ്ടത്തിന് നീ ഏൽപ്പിച്ചു കൊടുക്കാത്തത് കൊണ്ടാ. ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കണ്ണിന് മുമ്പിൽ നീ കാണും ദൈവത്തിന്റെ കാര്യം. അവിടെ പറയുക വാക്യത്തില് അവൻ സ്വന്തം ചെയ്യുന്നു. അവർ കേട്ടിരുന്നെങ്കിൽ എന്നാൽ വേഗത്തിൽ ഞാൻ അവരുടെ ശത്രുക്കളെ എന്ത് ചെയ്യുമായിരുന്നു? കീഴടക്കുമായിരുന്നു. ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. നിന്റെ ജോലിയിൽ നിനക്ക് ഉന്നതി വരാത്തത്, നിന്റെ ജോലിയിൽ നിനക്ക് ഫേവർ വരാത്തത് കാരണം നീ ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നടക്കാത്തത് കൊണ്ട്, നീ ദൈവത്തിന്റെ ഇഷ്ടത്തിന് നിന്നെ തന്നെ സറണ്ടർ ചെയ്യാത്തത് കൊണ്ട്, നീ ഇന്നും എതിർത്ത് കൈപ്പോടെ നിൽക്കുന്നത് കൊണ്ട്, ഉടമനഗസ്യ അതരം തുറന്നിന്റെ കഷ്ടതകളിൽ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് ശുഭകാലം എന്നേക്ക് നിലനിൽക്കുന്നില്ല. ഇസ്രായേൽ ജനത്തെ നോക്കി പറയുക, അയ്യോ, നിങ്ങൾ എന്റെ വഴികൾ നടന്നിരുന്നെങ്കിൽ, നിങ്ങൾ എന്റെ ചട്ടങ്ങളെ
പ്രമാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. ശത്രുക്കളുടെ നേരെ ഞാൻ കൈ നീട്ടുമായിരുന്നു. ഇന്ന് ശത്രു നമ്മുടെ മേൽ ജയമെടുത്തിരിക്കുക. കാരണം എന്താ? അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട്, ഞാൻ എന്റെ ഇഷ്ടമെടുത്തിട്ട് ഞാൻ തന്നെ ശത്രുവിനോട് പ്രതികരിക്കാൻ നോക്കുന്നത് കൊണ്ട് ഇന്ന് പകൽക്കാലം പരാജയങ്ങളും തോൽവികളും നിരാശകളും കയ്പുമായി അവൻ നിന്റെ ജീവിതം മാറിയിരിക്കുമ്പോൾ പരിശുദ്ധമ്മ പറയുക, ദൈവ ഇഷ്ടത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുത്ത് വിശുദ്ധിയെ തികയ്ക്കുക. The last verse that I'm speaking about is verse 16. But he would feed you with the finest of the wheat, and with honey from the rock I would satisfy you. So we see that the feeding and the receiving of the finest of the wheat and the honey from the rock, satisfying you, that doesn't just stop at Joseph being raised up to be second in command of Egypt. We notice that before he came to Egypt, he was receiving a lot of dreams, but he didn't know how to interpret those dreams. He was walking in the will of God, but there was that spiritual, that deliverance, that maturity, that receiving of that spiritual gift was not there. It wasn't until he yielded and submitted to God, even in the midst of suffering, when he walked in God's will, even when he had opportunities to stray from God's will. That's when we see that's the real feeding, that's the real finest of wheat, that's the real honey from the rock. The honey from the rock is not being second in command of Egypt. The honey from the rock is being able to, in God, receiving interpretations from the living God, to interpret dreams and being in that spiritual alignment with God. Joseph received that. പ്രിയമുള്ളവരെ, അവിടെ അവസാന വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മേൽത്തരമായ കോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു, പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു. എന്താണ് മേൽത്തരമായ കോതമ്പ്? അപ്പം, അപ്പം വചനമെന്ന അപ്പം, ദൈവശബ്ദമെന്ന അപ്പം, ഉടമനകസിയ. എന്താണ് പാറയിൽ നിന്നുള്ള തേന്? അവൻ തേൻകട്ടയിലും തേനിലും തേൻകട്ടയിലും മധുരമായ അവന്റെ ശബ്ദം, അവന്റെ റീമ, അവൻ ലോഗോസ്, അവന്റെ വേർഡ്, അവൻ നിനക്ക് വെളിപ്പാടുകൾ. ദർശനങ്ങൾക്ക് മുമ്പ് അവൻ കണ്ടിട്ടുണ്ട്, സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അതെങ്ങനെ അവൻ സ്വന്തം അതിന്റെ അർത്ഥം പറയണമെന്നാണ് അറിയത്തില്ല. അവൻ കണ്ടതെല്ലാം പോയി ചേട്ടന്മാരോട് പറഞ്ഞു, അവൻ കണ്ടത് അപ്പനോടും അവൻ സ്വന്തം എല്ലാവരോടും പോയി പറഞ്ഞു. അതെന്ത് അർത്ഥം എന്താണെന്നോ ഒന്നും തിരിച്ചറിയാനോ പറയാനോ ഉള്ള കഴിവൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവന്റെ കഷ്ടതകളിൽ അവൻ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിന്റെ റൂള് കീപ്പ് ചെയ്യാൻ, ദൈവത്തിന്റെ ഇഷ്ടം കീപ്പ് ചെയ്യാനായിട്ട് അവനെ തന്നെ ഏൽപ്പിച്ചപ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടത്തോട് മറുതലിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി അവനെ തന്നെ സറണ്ടർ ചെയ്ത് കൊടുത്തപ്പോൾ അവന്റെ വായെ തുറന്നു. അവൻ നിറച്ചു എന്ന് മാത്രമല്ല, അവന്റെ ഉള്ളക്കണ്ണുകളെ തുറന്നു. അവൻ ഒരു ദർശനം കേട്ടാൽ, നിങ്ങൾക്കറിയാം, തടവറകളിൽ കിടക്കുമ്പോൾ അവൻ അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹന്മാരുടെ പ്രമാണിയും. എന്തിന്? പിന്നീട് രണ്ടാമനായി വാഴുന്നതല്ല വിഷയം. ഇന്ന് പകൽക്കാലം രണ്ടാമനായി ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നിന്നെ വാഴിക്കും. അവന്റെ ശബ്ദം നീ കേൾക്കുന്നവനാകുമ്പോൾ, അവന്റെ വചനം നീ കേട്ട് അതിനനുസരിച്ച് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം നിന്നെ ഉയർത്തും. ഇവിടെ രണ്ടാമനാകുന്നല്ല, അനേകം രണ്ടാമനാകുന്ന ആനക്കാരി എന്ന് വിചാരിക്കുന്ന അല്ല കുഞ്ഞെ. മേത്തരമായ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തുന്ന അനുഭവം, അത് പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവൻ നിനക്ക് രുചി വരുത്തുന്ന അനുഭവം, അത് ഈ ഭൂമിയിൽ അവൻ കിട്ടുന്ന ഒരു കാര്യമല്ല. അവന്റെ വചനം അവൻ ഉലയിലിട്ട് 7 വട്ടം ശുദ്ധി ചെയ്ത വെള്ളിയേക്കാൾ ശുദ്ധമായ വചനം. ആകാശവും ഭൂമിയും മാറിപ്പോയാൽ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്താത്ത അവന്റെ അത്ഭുത വചനം, അവന്റെ റീമ, അവന്റെ ലോഗോസ്, അവൻ തേനിലും തേൻകട്ടയിലും മധുരമേറിയ അവന്റെ വചനം. ഇത് പ്രാപിക്കുന്ന പോലെ എന്താ? രണ്ടാമനായി വാഴുന്നതിനേക്കാൾ അവന്റെ ശബ്ദം കേൾക്കുന്നവനായി, അവന്റെ വചനം അറിയുന്നവനായി, പൊരുളുകൾ തിരിച്ചു കൊടുക്കുന്നവനായി, വെളിപ്പാടുകൾ കാണുമ്പോൾ, ദർശനങ്ങൾ കാണുമ്പോൾ അതിന്റെ വചനം അർത്ഥം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനായി തീരുന്ന പോലെ മഹത്വം എന്താ ഉള്ളത്? ദൈവം പറയുക, എന്റെ വഴികളിൽ നടന്ന് എന്റെ ഇഷ്ടം ചെയ്യാൻ നിന്നെ ഏൽപ്പിച്ചു തരുമ്പോൾ, അതെ, എന്റെ ഇഷ്ടത്തിന്റെ പാതയിൽ നടക്കുന്ന എളുപ്പമല്ല. ഞാൻ നിന്നെ അവൻ ശോധന ചെയ്ത് പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ വരുമ്പോൾ നിന്നെ തീച്ചൂളിലിടും, അടിമത്വത്തിലിടും, നിന്നെ സ്വന്തക്കാർ നിന്നെ തള്ളിക്കളയും, നിന്നെ ജയിലിൽ പിടിച്ചിടും, നിന്നെ പൊട്ടക്കിണറ്റിലിടും, നിന്നെ വിൽക്കും. ഇതൊക്കെ നിന്റെ ജീവിതത്തിന്റെ ഭാഗമാ സഹോദര. നീ വിശ്വാസ ജീവിതത്തിൽ എന്ത് കണ്ടോണ്ടാ ഇറങ്ങിയത്? അവൻ സ്വന്തം ചെയ്യുന്നു. ഇന്നും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവൻ ഒഫൻഡഡ് ആയിട്ട് ക്രിസ്തീയ ജീവിതത്തിൽ വളരാത്ത വ്യക്തി ജീവിതമേ, ഇന്ന് മകൻ പരിശുദ്ധാത്മ പറയാം, നോക്ക്, വചനം
ശക്തിയോടെ കേൾക്ക്. നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടതിന് ഇന്ന് പകൽ നീ മാനസാന്തരപ്പെട്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ അത് വലിയ അപകടമാകട്ടോ. ഹല്ലേലൂയ, അത് അനർത്ഥമാകട്ടോ. അവൻ എന്നാ മരണം നിന്റെ വാതിൽക്കൽ വന്ന് നോക്കി എന്നൊന്നും അറിയത്തില്ല. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് മാനസാന്തരത്തിന്റെ ദിവസമാകട്ടെ, ഇന്ന് മടങ്ങി വരുന്ന ദിവസമാകട്ടെ. നീ രൂപാന്തരപ്പെട്ടു വിടുന്ന പോകണം. നിത്യതയിൽ എത്തുമ്പോൾ നിനക്കെതിരെ ശത്രു ഒരു അപവാദവും കളവായി പോലും പറവാൻ വകയില്ലാതെ വണ്ണം ലജ്ജിക്കേണ്ടതിന് മടങ്ങി വന്ന് അവന്റെ അടുക്കൽ അവന്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. അവനെ ആരാധിക്കാം. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടങ്ങൾക്കായി സ്തോത്രം പറയാം. എല്ലാ നിന്ദകൾക്കും അപമാനങ്ങൾക്കുമായി സ്തോത്രം പറയാം. എല്ലാ രോഗ താഴ്വരകൾക്കുമായി സ്തോത്രം പറയാം. കർത്താവേ, നിന്റെ ഇഷ്ടത്തില് എന്നെ നടത്തുന്ന വഴികൾക്കായി നന്ദി എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നിന്നെ ഗോതമ്പ് കൊണ്ട് തൃപ്തി വരുത്തും. നീ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിന്റെ ജീവിതത്തിൽ വചനം തന്ന് നിന്നെ പോഷിപ്പിക്കും. അവൻ നീ ആരാധന കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തേനിലും തേൽക്കട്ടിയിലും മധുരമേറിയ അത്ഭുതകരമായ അവൻ വെളിപ്പാടിന് വചനങ്ങൾ തന്ന് അവൻ നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനായിട്ട് അവന്റെ ഇഷ്ടത്തിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.